ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു സുമേവൽ ഡയറീസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഫാമിലി വ്ളോഗാണ് കേട്ടോ. എല്ലാവരും കൂടി ഉള്ളൊരു ദിവസം എന്ന് പറയുന്നത് ഇന്നാണ് ആകെ കിട്ടിയത്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ആദ്യം കുടിക്കും. അതിനുശേഷം പുറവശത്തോട്ട് ഇറങ്ങും. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പനിക്കൂർക്കയില പൊട്ടിക്കും. കുഞ്ഞുങ്ങളുള്ള എല്ലാ വീട്ടിലും പനിക്കൂർക്കയില, ബ്രഹ്മി ഒക്കെ ഉണ്ടാവും അല്ലേ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ, ആവി പിടിക്കാൻ ഒക്കെ നല്ലതാണ് പനിക്കൂർക്ക. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. പനിക്കൂർക്കലയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം അത് നോക്കുന്നത് മോളെയാണ്. മോൾ ഉറങ്ങുന്ന ഗ്യാപ്പിലാണ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഉള്ള ദിവസം മോൾ ഉറങ്ങുന്ന ഗ്യാപ്പിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ടക്കെന്ന് ചെയ്ത് തീർക്കും. കാരണം മോൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ മോളുടെ കാര്യങ്ങളാണ് പിന്നെ എല്ലാം നോക്കുന്നത്. അവൾ കളിക്കുമ്പോൾ അവളുടെ കൂടെ കളിക്കും. അതുപോലെ അവൾക്ക് പാട്ട് പാടും. അവളുടെ കൂടെ ആയിരിക്കും ഫുൾ ടൈം. ഒന്നുകിൽ എൻ്റെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ, അല്ലെങ്കിൽ ചേട്ടൻ്റെ കയ്യിലൊക്കെ ആയിരിക്കും മോൾ. അപ്പോൾ ഇങ്ങനെ മാറി മാറി എടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ കിട്ടുന്നത് ഈ ഒരു ദിവസമാണ്. ഞങ്ങൾ രാവിലെ ചോറാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അമ്മ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടാവും. പിന്നെ കറിയുടെ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുപയർ തോരനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കറിയായിട്ടുള്ളത്. അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്. അപ്പം ഫസ്റ്റ് ഞാൻ ചെറുപയർ തോരനാണ് ഉണ്ടാക്കുന്നുണ്ട്. മോൾ അതിൻ്റെ ഇടയിൽ എണീക്കുന്നുണ്ടോ എന്ന് ഉള്ള കൺഫ്യൂഷനും കൂടെ എനിക്കുണ്ട്. എന്നാലും ഞാനിത് വേഗം ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അമ്മ മോളെ എടുത്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കറി വേഗം റെഡിയാക്കുകയാണ്. എല്ലാ ഇൻഗ്രീഡിയൻസും നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിൽ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ മോളെ എണീറ്റിട്ടുണ്ട് ഗൈസ്. അവളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവൾ നല്ല കരച്ചിലാവും. ഇനി അമ്മ മോളെ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് കാശ്മീരി ചില്ലും കൂടി ഞാൻ അതിലേക്ക് ചേർക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റുണ്ട്. അവളെ ഇടയ്ക്ക് പിന്നെയും കരയുന്നുണ്ട്. ഇടയ്ക്ക് നന്നായി കരയുന്നുണ്ട്. അവൾ ഉറങ്ങാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ട്. അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതാണ്. എൻ്റെ അമ്മ ടേസ്റ്റ് ചെയ്താലാണ് എനിക്കൊരു കോൺഫിഡൻറ്റ് ആവുള്ളൂ കറി ഓക്കെ ആണ്. മോള് നല്ല ഉറക്കമാണ് കേട്ടോ. മോള് വീണ്ടും എണീറ്റിട്ടുണ്ട്. എൻ്റെ മോള് നല്ല കരച്ചിലാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കാം കേട്ടോ. അത് ഇപ്പോഴും നോക്കിയാൽ ആദ്യം ഇതുപോലെയാണ് എല്ലാ ദിവസവും കുക്കിംഗ് മമ്മിയറയിലേക്ക് വീഡിയോ എടുത്തിടുന്നത്. അമ്മയുടെ റെസിപ്പിയാണ് ഞാൻ എല്ലാം ട്രൈ ചെയ്യുന്നത്. പിന്നെ കോവിഡ് ടൈംസിലാണ് ഞാൻ കൂടുതലും നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്നൊന്നും ഞാൻ യൂട്യൂബ് ചാനൽ ഇടാറില്ലായിരുന്നു.
ബീറ്റ്റൂട്ട് നന്നായി വേവണം, എന്നാലാണ് ബീറ്റ്റൂട്ട് തോരൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ, അതുപോലെ നല്ല വാസനയും വരുള്ളൂ. ഹസ്ബൻഡ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ വേഗം ഞാൻ റെഡിയാക്കുന്നത്. ഹസ്ബൻഡ് വരുമ്പോൾ കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി ഫുഡ് കഴിച്ചാൽ മതിയെന്ന് തോന്നിപ്പോണു. എൻ്റെ മോളോട് ചിണുങ്ങുന്നുണ്ട്, അമ്മയുടെ കയ്യിലിരുന്ന് ചിണുങ്ങുന്നുണ്ട്. ഞാൻ വേഗം റെഡിയാക്കിയിട്ട് വാവേനെ പോയി എടുക്കണം. ഇനി അവൾക്ക് പാൽ കുടിക്കാൻ നേരമായിട്ടുണ്ട്, അതുപോലെ തന്നെ അവൾക്ക് ഉറക്കവും വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ വേഗം ഫുഡ് കഴിച്ച് കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോൾ എനിക്ക് കളി തുടങ്ങി കഴിച്ചു. അതാണ് ഈ കാണുന്നത്. ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു വന്നപ്പോഴേക്കും എൻ്റെ മോളെ എണീറ്റു. അതാണ് അമ്മ പറയുന്നത്. അപ്പം ഞാൻ ലഞ്ചിനും ഡിന്നറിനുള്ളത് വേഗം റെഡിയാക്കാണ്. അപ്പോൾ പിന്നെ രാത്രി ചോറ് മാത്രം വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാൻ ആദ്യം റെഡിയാക്കുന്നത് സാമ്പാറിനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബീൻസും ക്യാരറ്റും റെഡിയാക്കാനായിട്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ജസ്റ്റ് വറയിലിടാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം മോളെ ഹസ്ബൻഡാണ് എടുത്തേക്കുന്നത്. അപ്പം ആവശ്യത്തിന് തന്നെ ട്രോളൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. കോവിഡ് ടൈംസിലൊക്കെ എൻ്റെ അച്ഛനും ഞാനും അമ്മയും കൂടെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതിപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ്സൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും എൻ്റെ അച്ഛനും അമ്മ ടേസ്റ്റ് ചെയ്യായിരുന്നു. എനിക്കതാണ് ഏറ്റവും കോൺഫിഡൻസ് ഉണ്ടാക്കിയൊരു കാര്യം. ചില സാധനങ്ങളൊക്കെ പുറത്ത് വെച്ച് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചാലും അച്ഛൻ കഴിക്കില്ല. പക്ഷെ ഞാനതൊക്കെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അച്ഛൻ കഴിക്കും. ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അമ്മ പറയും ഇന്നതൊക്കെ കുറവുണ്ട്, ഇന്നതൊക്കെ ആഡ് ചെയ്യണം. അതുപോലെ അച്ഛനും പറയും. അച്ഛനുള്ളപ്പോഴാണെങ്കിൽ അച്ഛൻ പറയും ഇന്നതൊക്കെ കുറവുണ്ട്, ഇന്നതൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആവും എന്നൊക്കെ പറയും. അന്നൊക്കെ ഇത് വീഡിയോ എടുക്കലാണെന്ന് പറഞ്ഞാൽ നല്ലൊരു മൊബൈലൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളുടെ റെക്കോർഡ് ക്ലാസ്സുകൾ ഇങ്ങനെ ഒരുപാട് വന്ന് കിടക്കണതുകൊണ്ട് ഫോണിൽ ഒന്നാമത് സ്പേസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റണ്ടായില്ല. പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും പറ്റണ്ടായില്ല. മാരേജ് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പ എനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്താണ് ഈ ഫോൺ. അപ്പോൾ ഇതിലാണ് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് ഇടുന്നത്. സാമ്പാർ ഏകദേശം തിളപ്പിച്ച് റെഡി ആയിട്ട് ഇനി പറയിലിടാനുള്ളത് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയും ചേട്ടനും കൂടെ എൻ്റെ മോളെ അവിടെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇപ്പോൾ വരും മോളെ, അമ്മ ഇപ്പോൾ വരും. കറിക്ക് ഉള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ കറി വയ്ക്കാനായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കറി വയ്ക്കാൻ അപ്പോൾ എളുപ്പമാണ്. ഞാൻ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടും സാമ്പാറിന്. സാമ്പാർ പൊടി 10ൻ്റെ പാക്കറ്റാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ മോളവിടെ അമ്മ താരാട്ടൊക്കെ പാടി ഉറക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ രാവിലെ അധികം ഒന്നും ഉറക്കില്ല, ഇച്ചിരി നേരം ഉറങ്ങുള്ളൂ. പൂച്ചുറക്കം പോലെ ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കുളിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രം ഒരു രാവിലെ ഒരു ഇത്ര നേരം ഉറങ്ങും. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും എണീറ്റ് ഇങ്ങനെ കരയും. അപ്പോൾ അതല്ലെങ്കിൽ കുറച്ച് നേരം കളിക്കും. അവളുടെ കൂടെ അപ്പം നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളണം. എന്നെ കണ്ടില്ലെങ്കിൽ ആകെ കരച്ചിലാവും.
അപ്പോൾ കായംപൊടിയാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ചേർക്കണേ. കായംപൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാർ. കറി വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകി അടുക്കള ക്ലീനാക്കി വയ്ക്കും. എൻ്റെ മോള് വരുന്നുണ്ട് കേട്ടോ, അവളെ കാണിച്ചു തരാവേ. ചേട്ടനുണ്ട് കേട്ടോ കൂടെ. അവളെ എന്താ കറി ഉണ്ടാക്കണേ എന്നൊക്കെ നോക്കണ്ട. ശിവാങ്കി പൊന്നു. സാമ്പാറിന് വേണ്ടി എടുത്ത പൊടികളൊക്കെ ഞാൻ എടുത്തു വയ്ക്കേണ്ടതാണ്. ഇനി ബീൻസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിട്ടിരിക്കുന്നത് എൻ്റെ ചേട്ടൻ്റെ ടീഷർട്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആയപ്പോൾ ചേട്ടൻ്റെ ബനിയനും നിക്കറൊക്കെ ഞാൻ എൻ്റേതാക്കി. അപ്പം അതുകൊണ്ട് എന്താ ഗുണമുണ്ടായെങ്കിൽ ചേട്ടന് മേടിക്കുന്നതൊക്കെ എനിക്ക് പാകവും. അത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചാണ് ഇപ്പോൾ ഡ്രസ്സ് മേടിക്കുന്നത്. മോളവിടെ ഇരുന്ന് ഒച്ചരക്ക് എന്തൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം, എന്തായെന്നൊന്ന് നോക്കട്ടെ. മോളാകെ ബഹളമായി കാണും. അവൾ കരഞ്ഞു തുടങ്ങി ഞാൻ തന്നെ ചെന്നെടുക്കണം, എന്നാലും അവൾ കരച്ചിൽ നിർത്തുള്ളൂ. ഞാൻ ചെന്നൊന്ന് എടുത്താൽ മതി. എൻ്റെ അമ്മ കറി ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറയുന്നതാണ്. ഉപ്പിടുന്നതാണ്. എൻ്റെ മോളെ അമ്മയുടെ കൈ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ സാമ്പാറും കൂടെ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. ഞാൻ ഉപ്പ് എപ്പോൾ ഇട്ടാലും കുറച്ച് ഇടുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഇനിയെല്ലാം ക്ലീൻ ചെയ്യണം. കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ടാണ് ഫുഡ് കഴിക്കണേ. കാരണം മോളെ ഒരാൾ പിടിക്കണം. അപ്പം ഞാനും ചേട്ടനും അല്ലെങ്കിൽ ഞാനും അമ്മയും അങ്ങനെയാണ് ആദ്യം ഫുഡ് കഴിക്കണേ. എന്നിട്ട് ഓരോരുത്തർ മാറി മാറിയാണ് കൊച്ചിനെ എടുക്കണേ. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ. എല്ലാവർക്കും നന്നായി വിശന്നിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ടയേർഡായി. പിന്നെ എല്ലാവർക്കും ഉറക്കം വരും. എല്ലാവരും കിടന്ന് ഉറങ്ങും. കാരണം രാത്രി മോളെ എണീക്കണോണ്ട് രാത്രിയും വെളുപ്പിനൊക്കെ അവളെ മാറി മാറി എടുക്കണം. അപ്പം ഡ്യൂട്ടി ചേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് നേരം പൊന്നുവിൻ്റെ കൂടെ ഇരിക്കാമെന്ന് ഓർത്ത് ഉച്ചയ്ക്ക് ഞാൻ അവളെയും കൊണ്ട് എടുത്തുകൊണ്ട് നടക്കുന്നതാണ്. അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഇരുന്ന്. ഇതാരിത്? അമ്മയുടെ സുന്ദരി മോളോ? വൈകുന്നേരം വീടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം കുളി കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവളെ ഉറക്കാൻ നോക്കുന്നതാണ്. അപ്പം നമ്മുടെ ഈ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ശിവാങ്കി ഉറങ്ങി. ഞാൻ പൊട്ടൊക്കെ കുത്തിച്ചേക്കാണ്.